എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ പാണ്ടിക്കുന്നേൽ ഫാമിലിയുടെ ഓണം സെലിബ്രേഷനാണ്. അപ്പം ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഞങ്ങളുടെ തറവാട്. ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചെറിയ കൊച്ചു ഓണാഘോഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ അത് ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളിലോട്ട് കടക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എല്ലാവരും കൂടെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ദിവസം മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഓണത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓണസദ്യ എന്നുള്ളത്. അപ്പോൾ ഓണസദ്യ നമുക്ക് തന്നെ കഴിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാതെ. കൊള്ളാമോ സദ്യ? എങ്ങനെയുണ്ട് സദ്യ? അടിപൊളിയാണോ? സദ്യ സാധനം ഉണ്ടാക്കണ്ടേ? വ്ളോഗോ? അതെ, ഫുൾ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു സൈച്ചാൻ. ശർക്കര വരട്ടി ഇതാരുണ്ടാക്കി സൈച്ചാനാ? നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് ചോദിച്ചാണ്. ലുക്ക് നോക്കട്ടെ. എൻ്റെ പൊന്നെ, ഇത് ഇറക്കിയിട്ടാണല്ലോ രാവിലെ വേറെ ഇതിൽ വന്ന നമ്മുടെ ബ്ലോഗർ. നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹിച്ച് നമ്മളെല്ലാവരും കൂടി ഓണസദ്യ. പക്ഷെ ആളില്ലല്ലേ, ആള് വന്നിട്ടില്ല, കുറവാന്ന് തോന്നുന്നു. ചെയ്യുന്നുണ്ട്. പാട്ട് എന്തിനു വെച്ചേക്കുന്നത്? അതടിക്കുന്നത് സാരി കൊടുക്കാൻ പറ്റായിരുന്നോ? എല്ലാവരും അതേ സദ്യ കഴിക്കാനുള്ള തിരക്കിലാണ്. എല്ലാവരും നമ്മൾ ഇതിൻ്റെ തിണ്ണയിലോട്ട് ഇങ്ങനെ വലിയ മാറ്റൊക്കെ വിരിച്ചിട്ട് നമ്മൾ ആദ്യം പിള്ളേരെയൊക്കെ ഇരുത്തുകയാണ്. ഒരുപാട് പേരൊന്നും വന്നിട്ടില്ല, എന്നാൽ പോലും ഒരു 10-30 പേര് അടുത്ത് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതൊക്കെ ഒരു സന്തോഷമാണല്ലോ അല്ലേ. ഇതെല്ലാം ഒരു ഓർമ്മകളാണ്. അപ്പം ഒരു സൈഡിൽ അതിൻ്റെ ഫോട്ടോ സെക്ഷൻ തകർത്താടുന്നു, ഒരു സൈഡിൽ സദ്യ കഴിക്കുന്നു. അപ്പം ഇതിന് ശേഷമുള്ള കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ്. അടുത്ത സദ്യ പരിപാടി ഒട്ടും ചേരുന്നില്ലേ? എന്നാ വായിച്ചു കളഞ്ഞേക്കാം. പരിപാടി കഴിഞ്ഞാൽ വായിച്ചു കളഞ്ഞേക്കാം. അവിടെ എല്ലാവരും സദ്യ കഴിക്കാം. അല്ല, വീഡിയോയാ. നമ്മുടെ ഈ ഓണപ്പരിപാടിയിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് നിന്നത് ജോഹാനാണ് കേട്ടോ. ജോഹാൻ ഭയങ്കര എന്താ പറയുക, ഒരു വലിയൊരു ചേട്ടനായിട്ട് തന്നെയായിരുന്നു. മുണ്ടൊക്കെ മടക്കി കുത്തി അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും പപ്പടം വേണ്ടവർക്ക് പപ്പടം കൊടുക്കുന്നു, അച്ചാർ വേണ്ടവർക്ക് അച്ചാർ കൊടുക്കുന്നു. അപ്പം ജോക്കുട്ടനായിരുന്നു നമ്മുടെ സദ്യയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടതെല്ലാം വിളമ്പി കൊടുക്കുന്ന ഒരു രസകരമായൊരു കാഴ്ചയായിരുന്നു കേട്ടോ.
അപ്പം എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ കുറേ പേര് ഫസ്റ്റ് സെക്കൻഡ് ട്രിപ്പാണ് ഇരിക്കുന്നത്, കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ആണോ? സദ്യ എങ്ങനെ ഉണ്ടാക്കും? പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ലല്ലേ? ആണോ? സ്നേഹമുള്ളവരെ, 2024 എല്ലാവരുടെ കൂടി ഒരു ഓണാഘോഷങ്ങൾ നമ്മൾ പാണ്ഡിക്കൽ കുടുംബത്തിൽ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങൾ വിദേശക്കാലം നല്ല ഗംഭീരമായിട്ട് നടന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ വേറെ ബംഗ്ലാദേശ് മിനി പായസമൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. മൂത്ത ഏട്ടനായ ജോർജ് ചായൻ അരി മേടിച്ചുകൊണ്ട് വരും, സാമ്പാർ പൊടി കൊണ്ടുവരുന്നു പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിനെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പം നല്ല ഉപരിയായിട്ട് ലില്ലു കൂട്ടുകറി, അവിയൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ലില്ലു ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം കുടുംബമുള്ളൂ. ആ കുടുംബം ഇമ്പം ഉണ്ടായ ആ കുടുംബത്തിൽ മോരുകറി, അച്ചാറ്, കൂട്ടുകറി, അവിയല്, മാങ്ങ അച്ചാർ വരെ അവൾ ഉണ്ടാക്കി 4 ഐറ്റം സാധനം ഉണ്ടാക്കി. നല്ല കാര്യം. ആ റെമിമോനും ഉണ്ടായിരുന്നു, മെഴുക്കുവരട്ടി. ഞങ്ങൾക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് ഒരു ഓണം ഞങ്ങളുടെ ഷായ്ച്ചായൻ്റെ മുറ്റത്ത് വെച്ച്, ഷായ്ച്ചായൻ്റെ മുറ്റമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പോയിന്റ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലായിരുന്നു കുറച്ചും കൂടെ സൗകര്യം അവിടെ അങ്ങനെ ചെയ്തു. ഇനി ജോർക്കുട്ടിയാണ് വീട്ടിലെ വടമ്പ് നടക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ മണ്ണാവും വീണാലും അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ശേഷം നമ്മൾ ചെറിയ ചെറിയ ഐറ്റംസ് പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പം അത് ഓണം 2025 ഇങ്ങനെ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം. എന്റെ പപ്പടം ചോറ് പിന്നെ ആണോ? ഉപ്പേരി. ഇനി ആരാ ഉള്ളത്? പറഞ്ഞില്ല, കുഴിത്തുള്ളുകാരോ? എന്തോ നീ അത് എടുത്ത് കേട്ടിയതാണ്. അവരുടെ കൂടെ പറ. പിന്നെ നമ്മുടെ സ്നേഹപൂർവ്വം നമ്മുടെ ഷിബിനും ഷിൻഡോയും, ഷിൻഡോ ഇവിടെയുണ്ട്, ഷിബിനില്ല, ഷെറിനില്ല. അവരെല്ലാം വിദേശത്തു നിന്നാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഷിബിൻ്റെ ആ അമ്മായിപ്പനും അമ്മായിമ്മയും അനിയത്തി ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കും ഏക ഹാപ്പി ഓണം, ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു. പിന്നെ ഓണാഘോഷം പ്രമാണിച്ചത് ഇവിടെ നടക്കാൻ പോകുന്നത് വടംവലിയാണ്. ഈ സെക്ഷന്റെ പേരെന്നാ? ആയില ആയില ആയില. ഇത് ഷിൻഡോ സാറിന്റെ സൈഡ്, അത് ജോഹാന്റെ അല്ല നിഖിലിന്റെ സൈഡ്. ആഞ്ഞു വലിച്ച നിങ്ങളൊക്കെ പോയിട്ട് പിന്നെ അടുത്ത സൈഡ് മാറിക്കളിയാണ്. തോറ്റ ടീം ഈ സൈഡിലും ജയിച്ച ടീം ഈ സൈഡിലും.
അങ്ങനെ അത് 2024 ഓണാഘോഷ പരിപാടികളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുറച്ച് കളികളൊക്കെ ഉണ്ടായിരുന്നു. വടംവലി, കുപ്പി നിറയ്ക്കൽ, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളെല്ലാം പിള്ളേരെ സന്തോഷിപ്പിക്കാനൊക്കെ നമ്മളത് ചെയ്തു. അപ്പം ഇതൊക്കെയായിരുന്നു ഓണത്തിന് നമ്മൾ ചെയ്ത പരിപാടികളെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതുപോലെ ഓണം ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്.